ദൈവത്തിന്റെ നിത്യ പദ്ധതിയായ സഭ, ആ സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യ പദ്ധതി പ്രകാരം സഭയുടെ ഭാവി, നിത്യമായ അതിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ ചിന്തനയിൽ നമ്മൾ ആദ്യമായി വ്യക്തമായി ബോധ്യപ്പെട്ടു, സഭ എന്നത് ഒരു മാനുഷിക സംഘടനയോ ചില മനുഷ്യർ ഒരുമിച്ച് കൂടി എടുത്ത തീരുമാന പ്രകാരം ഭൂമിയിൽ ഉത്ഭവിച്ച ഒരു പ്രസ്ഥാനമോ അല്ല. സഭ ദൈവത്തിന്റെ നിത്യ പദ്ധതിയാണ്. ചർച്ച് ഇസ് ദ ഇറ്റേണൽ പ്ലാൻ ഓഫ് ഗോഡ്. നിത്യനായ ദൈവത്തിന്റെ നിത്യമായ ഒരു പദ്ധതിയുണ്ട് സഭയ്ക്ക്. ആ സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യ പദ്ധതി എന്നുള്ളത് is a pre-determined fact. ദൈവം പിന്നീട് എപ്പോഴെങ്കിലും ആലോചിച്ച് എടുത്ത ഒരു അവസ്ഥയല്ല. ദൈവത്തിന്റെ നിത്യ പദ്ധതി പ്രകാരമുള്ള സഭയുടെ നിത്യത എന്ന് പറയുന്നതും മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതാണ് നാം ധ്യാനിക്കേണ്ടത്. ദൈവമക്കളായി നമ്മെ സംബന്ധിച്ച് നമ്മളൊരു പ്രാദേശിക ഇടവകയിൽ അംഗമായിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, ഞാൻ നിത്യ പദ്ധതിയുടെ ഭാഗമാണ്. I am a part of an eternal plan of God. ദൈവത്തിന് എന്നെ കുറിച്ച് നിത്യമായൊരു പദ്ധതി, ഈ ഭൂമിയിൽ അവസാനിക്കാനുള്ളതല്ല എന്റെ പദ്ധതി. അപ്പോൾ അതുകൊണ്ടാണ് എബ്രായലേഖനം 6:5 നമ്മൾ വായിച്ചത്, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി, the power of the age to come. So when we meditate on such things, സഭയുടെ നിത്യമായ, സഭയുടെ ഈ കാലങ്ങൾക്ക് അതീതമായ നിത്യമായ സഭ എവിടെയാണ് ചെല്ലുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് സഭയുടെ ശക്തി നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുവാൻ നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ മുന്നിലുള്ള ഭാവി നാം അത് വളരെ പ്രത്യാശയോടെ കാത്തിരിക്കണമെങ്കിൽ ഈ ചിന്തകൾ നമ്മിൽ ഉണ്ടായിരിക്കണം. അതിന് ബൈബിൾ ഡിസ്ക്രിപ്ഷൻസ്, ഈ നിത്യതയെക്കുറിച്ചുള്ള ബൈബിൾ വിവരണങ്ങൾ നാം മനസ്സിലാക്കും. ആദ്യമായി നമ്മൾ ചിന്തിച്ചത്, ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് നാം കടന്നു ചെല്ലാൻ പോകുന്ന ലോകം ഇപ്പോഴുള്ള ലോകത്തെക്കാളും ശ്രേഷ്ഠമാണ്. സഭയുടെ നിത്യമായ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ ശുഭകരമായ, പ്രത്യാശ നിർഭരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ആദ്യമായി നാം കണ്ടു, വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നിന്ന് നാം കഴിഞ്ഞ തവണ പറഞ്ഞതിലേക്ക് വീണ്ടും അതേ വ്യാഖ്യാനങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും നമ്മൾ വരുന്നില്ല, എങ്കിലും ഒന്ന് പരാമർശിച്ച് പെട്ടെന്ന് കടന്നു പോകണം. അപ്പോൾ സഭ, അതായത് ദൈവമക്കളായി നമ്മൾ, സഭ എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടമല്ല, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സമ്മേളനമാണ് സഭ. നാം എല്ലാവരും ചേരുന്നതാണ് സഭ. ആ സഭയിലെ അംഗങ്ങളായിരിക്കും നമ്മൾ ഓരോരുത്തരും നിത്യതയിലേക്ക് പോകാൻ പോകുകയാണ്. ആ നിത്യതയിൽ നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, വെളിപാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യമായി, ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം. ഇതാണ് ഒരു ദൈവപൈതലിന്റെ ആദ്യത്തെ നിത്യമായ അനുഗ്രഹാവസ്ഥ. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ഞാൻ സഭകളോട് പറയുന്നത് എന്ത്? The letter may be addressed to the congregation. ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കായിട്ട് എഴുതുമ്പോൾ ഈ സഭയോടാണ് അത് പറയുന്നതെങ്കിലും വാസ്തവത്തിൽ അത് വ്യക്തികളോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത്, ജയിക്കുന്നവൻ, കം ടു ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തികളോട് കർത്താവ് സംസാരിക്കുകയാണ്. അതായത് ഓരോ വ്യക്തികളും ആ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തോടുകൂടി കർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് മറികടന്നാൽ, ജയിച്ചാൽ, ഞാൻ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൽ ഒരു ഓഹരി തരാമെന്ന് പറയുന്നു. ഇവിടെ എഫെസോസിലുള്ള ഈ വിശുദ്ധന്മാരുടെ കർത്താവ് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു ആത്മീക മരണത്തിൽ അകപ്പെടാൻ പോകുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് മറികടക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം.
ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ജീവവൃക്ഷം, ദ ട്രീ ഓഫ് ലൈഫ് ഇൻ ദ ഗാർഡൻ ഓഫ് ഏഡൻ. അതൊരു വിസിബിൾ ട്രീ ആയിരുന്നു. ആദമിനും ഹവ്വയ്ക്കും അത് കൈനീട്ടി പറിച്ച് തിന്നാമായിരുന്ന ഒരു വൃക്ഷമായിരുന്നു. ഫിസിക്കലായിരുന്നു ആ വൃക്ഷം. പക്ഷേ അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയത് നിമിത്തം ദൈവം അത് അവർക്ക് വിലക്കി. കെരൂബുകളെ കാവൽ നിർത്തി ജീവവൃക്ഷം. തുടർന്നുള്ള പുസ്തകങ്ങൾ ഉടനീളം ഈ ജീവവൃക്ഷത്തിന്റെ യാതൊരു പരാമർശനവുമില്ല. ഉൽപ്പത്തി പുസ്തകം 3-ന്റെ 24-ാമത്തെ വാക്യം വായിക്കാം. മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവവൃക്ഷത്തിലേക്കുള്ള വഴി തടഞ്ഞു. ചുറ്റിത്തിരിയുന്ന വാളുകളുമായി കെരൂബുകൾ ജീവവൃക്ഷത്തിന് കാവൽ നിൽക്കുകയാണ്. 64 പുസ്തകങ്ങളിൽ ഈ ജീവവൃക്ഷം നിശബ്ദമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ട ജീവവൃക്ഷം ഓരോ ദൈവമക്കളും അനുഭവിക്കേണ്ട അനുഗ്രഹം, നിത്യമായി വസിക്കുവാൻ സഹായിക്കുന്ന ആ ഫലം. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ പാപം നിമിത്തം അത് നഷ്ടമാക്കി കളഞ്ഞു. പക്ഷെ ദൈവം മറന്നില്ല. ദൈവത വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൽ എത്തുമ്പോൾ പർദീസയില് ആ ജീവവൃക്ഷത്തെ കുറിച്ച് പരാമർശിക്കും. പർദീസയിൽ ആ നദിയുടെ അക്കരയും ഇക്കരയുമായി ജീവവൃക്ഷമുണ്ട് എന്ന് പറയും. ഇതാണ് ദൈവം പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ നേരിടുന്ന സാഹചര്യം, എഫെസോസ് സഭയില് ആദ്യ സ്നേഹം വിട്ടുപോയി എന്ന സാഹചര്യം, കർത്താവിനോടുള്ള ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദൈവവൈതലിനോട് ഏഷ്യ മൈനറിലുള്ള എഫെസോസ് സഭയിലുള്ള വിശ്വാസിയോട് കർത്താവ് പറയുന്നു, നീ ജയിച്ചാൽ. ജയിക്കുക എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ആ സാഹചര്യത്തെ നീ മറികടന്നു വന്നാൽ, നമ്മളെ സംബന്ധിച്ച് വേറെ ഏതെങ്കിലും അവസ്ഥകളാകാം, നാം നേരിടുന്ന ഏതവസ്ഥയായിക്കൊള്ളട്ടെ, ദൈവികമായ ജീവനിൽ നമുക്ക് നിൽക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഏതവസ്ഥയായിക്കൊള്ളട്ടെ, അത് ജയിച്ചു വന്നാൽ ഞാൻ പർദീസയില് ജീവവൃക്ഷത്തിന്റെ ഫലത്തെ. ഏദൻ തോട്ടത്തിൽ അത് വെറും ഒരു വൃക്ഷമായിരുന്നു. നമുക്ക് കാണാൻ കഴിയുന്ന, കൈനീട്ടി പറിക്കാൻ കഴിയണം. കർത്താവ് പറഞ്ഞു അത് അവർ വീണ്ടും കൈനീട്ടി പറിക്കാതെ ഇരിക്കുവാൻ. പക്ഷെ വെളിപാട് പുസ്തകത്തിൽ കാണുന്ന ജീവവൃക്ഷം അത് സ്പിരിച്വലാണ്. നമ്മളെ ആത്മീകമായി നിലനിർത്തുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ്. അവിടെ വൃക്ഷങ്ങളില്ല, അവിടെ നദിയില്ല, അവിടെ പഴങ്ങളില്ല, ഇലയില്ല, ഭൗതികമായ യാതൊന്നും സ്വർഗത്തിലില്ല. പക്ഷെ ജീവവൃക്ഷം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോ നമ്മളെ ആത്മീകമായി നിലനിർത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ്. ഇതാണ് ആദ്യത്തെ അനുഗ്രഹമായി നമ്മൾ കാണുന്നത്. അത് ഫിഗറേറ്റീവ് ആയിട്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പർദീസയിൽ എത്തിയിരിക്കുന്നു വെളിപാട് പുസ്തകം. അപ്പോൾ സ്വർഗത്തിൽ എത്തുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവം അവന് കൊടുക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം ജീവവൃക്ഷത്തിലുള്ള ഓഹരി. രണ്ടാമത് നാം പഠിച്ചു വെളിപാട് 2-ന്റെ 10-ാം വാക്യത്തിൽ the second blessing. വായിക്കാം വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. 10 ദിവസം, അതായത് ഒരു കംപ്ലീറ്റ്നെസ്. 10 എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്. കംപ്ലീറ്റ് പെർസിക്യൂഷൻ, ബട്ട് ഇറ്റ് വോണ്ട് ലാസ്റ്റ് ഫോർ എവർ. 10 ഒരു ചുരുക്ക സംഖ്യയാണ്. 10ന്റെ ഗുണനങ്ങളാണ് വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്. 100, 1000, 10000. അതേസമയത്ത് 10 എന്ന് പറയുന്ന ഒരു ചുരുക്ക സംഖ്യയാണ്. അതേസമയത്ത് ഒരു കംപ്ലീറ്റ് ഫിഗർ ആണ്. എ കംപ്ലീറ്റ് പെർസിക്യൂഷൻ, പൂർണ്ണമായ ഒരു പീഡനം നിങ്ങൾക്ക് വരാൻ പോകുന്നു. 10 ദിവസം. തുടർന്ന് എന്ത് പറയുന്നു? മരണപര്യന്തം വിശ്വസ്തനായ. പക്ഷെ നീ മരണത്തോളം, നീ മരിക്കേണ്ടി വന്നാലും ദൈവത്തോടുള്ള വിശ്വസ്തത നീ തള്ളിക്കളയാതെ ഇരുന്നാൽ ദൈവം പറയും, നിനക്ക് ഞാൻ തരാൻ പോകുന്ന ഓഹരി എന്താണ്? എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ജീവകിരീടം, another blessing. സ്റ്റെഫാനോസ് എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഡയഡം എന്ന ഗ്രീക്ക് വാക്കല്ല. ഡയഡം എന്ന ഗ്രീക്ക് വാക്കിൽ കിരീടം എന്ന് പറയുമ്പോൾ രാജാവ് തന്റെ മകന് അവകാശമായി കൊടുക്കുന്ന കിരീടം. ഇവിടെ ഉപയോഗിക്കുന്ന കിരീടം എന്ന വാക്ക് ഓട്ടക്കളത്തിൽ ഓടുന്ന, ബിരുദ് പ്രാപിക്കുന്ന ആ വിജയാളിക്ക് കൊടുക്കുന്ന, തലയിൽ വെക്കുന്ന പുഷ്പങ്ങൾ കൊണ്ടോ ഇലകൾ കൊണ്ടോ ഉള്ള ഒരു കിരീടമാണ്.
ദൈവത്തിന്റെ മക്കൾക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ നിത്യമായ അനുഗ്രഹമായിട്ട് നമുക്കത് കാണാൻ കഴിയും. സോ ഇവിടെ വ്യക്തമാണ്, ഫോർ എ ചൈൽഡ് ഓഫ് ഗോഡ് ഓൾ ഈവിൾ ഈസ് ടെമ്പററി. ഏത് ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവൻ നേരിടുന്ന അവസ്ഥകൾ താൽക്കാലികമാണ്. അത് പീഡനമാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, കഷ്ടപ്പാടുകളാകട്ടെ, ലോകത്തിന്റെ ഏത് മേഖലകളിൽ നിന്നുള്ള അറ്റാക്കുകളാകട്ടെ. യോബിന്റെ പുസ്തകം 3:17 ഇങ്ങനൊരു വാക്യം പറയുന്നു. അതുകൊണ്ടാണ് ഈ സഭയോട് പറഞ്ഞത്, അല്പകാലത്തേക്ക് നിനക്ക് കഷ്ടപ്പാടുണ്ടാകും. ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഏത് അവസ്ഥകൾക്കും ഒരു താൽക്കാലിക അവസ്ഥ മാത്രമേ ഉള്ളൂ. യോബ് 3:17 അവിടെ അവർക്ക് വിശ്രമമുണ്ട്. ഒരു സമയത്ത് കഷ്ടകാലം ഉണ്ടെങ്കിൽ മറുവശത്ത് വിശ്രമമുണ്ട്. 2 കൊരിന്ത്യർ 4:17 അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം, അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം. യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലും ഈ ഒരു ക്ഷണികമായിട്ടുള്ള പ്രയാസത്തിനെ കുറിച്ച് കാണാം. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നു. അതുകൊണ്ടാണ് ഇവിടെ സഭയോട് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞത്, 10 ദിവസത്തിൽ ഉപദ്രവമുണ്ടാകും, പക്ഷെ നീ വിശ്വസ്തനായിട്ടിരിക്കണം. നീ be loyal or faithful unto death. അതായത് even if you must die, നീ മരിക്കേണ്ടി വന്നാലും കർത്താവിനോടുള്ള വിശ്വസ്തത മുറുകെ പിടിച്ചു നിൽക്കുക. ദൈവം ഒരിക്കലും, കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും ദൈവമക്കളെ അപകടത്തിൽ നിന്ന്, അപകടം വരാതെ സൂക്ഷിക്കാമെന്ന് കൽപ്പിച്ചിട്ടില്ല, വാഗ്ദാനം ചെയ്തിട്ടില്ല. He never promised to deliver Christians from trouble, from suffering. കഷ്ടത വരാതെ ഞാൻ കാത്തുകൊള്ളാം, നിങ്ങൾക്കൊരു ഉപദ്രവം വരാതെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം, ഒരു മാരക രോഗവും നിന്നെ പിടിക്കാതെ ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് ദൈവം ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ല. Rather, he would bring them safely through the troubles. അതിന് പകരം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണ്? നീ നേരിടാൻ പോകുന്ന കഷ്ടത, നീ നേരിടാൻ പോകുന്ന രോഗാവസ്ഥ, നീ നേരിടാൻ പോകുന്ന പീഡനം, ഞാൻ അതിലൂടെ നിന്നെ കൊണ്ടുപോകും, ഞാൻ അതിലൂടെ നിന്നെ കടത്തിവിടാം, ഞാൻ അതിലൂടെ നിന്നെ സുരക്ഷിതമായി മറുകരയിൽ എത്തിക്കാം. ഇതാണ് ദൈവവചനത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനം. അല്ലാതെ കഷ്ടപ്പാട് നിന്നെ പിടികൂടില്ല, രോഗം നിന്നെ പിടികൂടില്ല എന്ന് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. But he will safely bring them through the troubles. ആ through എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്, from എന്നല്ല. So Revelation, the book of Revelation teaches victory for the faithful children of God. വെളിപാട് പുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്ന സത്യം, വിശ്വസ്തരായി നിൽക്കുന്ന, ജയിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ വിജയത്തെ കുറിച്ചാണ്. But it does not promise victory apart from suffering. കഷ്ടത കൂടാതെ, പീഡനം കൂടാതെ, ബുദ്ധിമുട്ടുകൾ കൂടാതെ ഞാൻ നിനക്ക് വിജയം തരാം എന്ന് വചനം പറയുന്നില്ല. So Jesus wanted to assure the Christians that they would win, but he wanted them to understand that they might have to die first. നീ മരണ പര്യന്തം വിശ്വസിക്കണം. ഞാൻ നിനക്ക് എന്ത് തരാം? ജീവകിരീടം. കണ്ടു 1 കൊരിന്ത്യർ 9:25 വാക്യത്തിലെ കിരീടത്തെ കുറിച്ച്. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ആ കിരീടത്തെ കുറിച്ച് കണ്ടു. യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം കിരീടത്തെ കുറിച്ച് കണ്ടു. 1 പത്രോസ് 5:4 കിരീടത്തെ കുറിച്ച് നാം നേരത്തെ പഠിക്കുകയുണ്ടായി. ഒന്നുകൂടെ പറയാം വാക്യങ്ങൾ. 1 Corinthians chapter 9:25. ലോകത്തിലെ ഓട്ടക്കളത്തില്, അത് ഒളിമ്പിക്സ് ഗെയിംസ് ആകട്ടെ, ആ ഓട്ടക്കളത്തിൽ അന്ന് യവന പട്ടണങ്ങളിൽ ഓടുന്നവർക്ക് കിട്ടുന്നതായ കിരീടങ്ങൾ താൽക്കാലികമാണ്. 1 കൊരിന്ത്യർ 9:25, 2 തിമോത്തിയോസ് 4:8, യാക്കോബ് 1:12, 1 പത്രോസ് 5:4. ഈ വാക്യങ്ങളിൽ ദൈവമക്കൾക്കുള്ള കിരീടം. ഇതാണ് രണ്ടാമത്തെ നമ്മുടെ ഇറ്റേണൽ ബ്ലെസ്സഡ്നെസ്, നിത്യമായ അനുഗ്രഹം, നമ്മുടെ കണ്ണുറപ്പിക്കേണ്ട നിത്യമായ ലക്ഷ്യം ഈ ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ള ഒന്നിലേക്കല്ല. കാരണം ദൈവത്തിന്റെ സഭ, കർത്താവിന്റെ സഭയെ ദൈവം നിത്യമായ ഉദ്ദേശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിത്യമായ ഇറ്റേണൽ ഡെസ്റ്റിനി അവർക്കുണ്ട്. അവിടെ ഒന്നാമത് അവരെ ജീവവൃക്ഷം കൊണ്ട് അവരെ പരിപാലിക്കും. ജീവവൃക്ഷം ആത്മീയമായ അവരെ ജീവനോടെ സസ്റ്റനൻസിന് വേണ്ടി നിലനിർത്തുവാൻ സഹായകരമായ ഒരു വൃക്ഷമുണ്ട്. അത് ശരിക്കുള്ള വൃക്ഷമല്ല, അത് സ്പിരിച്വൽ ഇലിസ്ട്രേഷൻ ആണ്.
2 നമ്മൾ കണ്ടു കിരീടം. 3 വെളിപാട് 2:17 അവിടെ നോക്കാം എന്താണ് മറഞ്ഞിരിക്കുന്ന മന്ന. അനദർ പിക്ചർ ഓഫ് ലൈഫ് എവർലാസ്റ്റിംഗ്. ഇവിടെ എല്ലാം കാണിക്കുന്നത് നിത്യമായ ജീവനെ കുറിച്ചാണ്. നമ്മൾ നിത്യമായി ജീവിക്കാൻ പോകുന്നു. ദൈവത്തോട് വിശ്വസ്തരായി ജയിക്കുന്നവർ, പ്രതികൂലങ്ങളെ, പ്രയാസങ്ങളെ, തടസ്സങ്ങളെ അതിജീവിച്ച് ജയം പ്രാപിക്കുന്നവർ. ദൈവം ഞാൻ നിനക്ക് മറഞ്ഞിരിക്കുന്ന മന്ന. God provided Israelites the manna. ദൈവം അവരെ മന്ന കൊടുത്ത് പരിപോഷിപ്പിച്ചു. മന്ന എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 36 വരെ. എക്സോഡസ് ചാപ്റ്റർ 16, 13-36 മന്നയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കാണാം. ബൈബിൾ does not tell us exactly what manna is. മന്ന എന്താണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ പുറപ്പാട് പുസ്തകം 16:5 ഇങ്ങനെ ഇരിക്കും, ഇതുപോലെ ഇരിക്കും എന്ന് പറയുന്നുള്ളൂ. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, but it makes clear it was a miraculous provision from God. പുറപ്പാട് 16:15 പക്ഷേ വെളിപ്പെടുത്തുന്നു ഇത് ദൈവം തന്റെ ജനം പരിപോഷിക്കപ്പെടുവാൻ, പട്ടിണി കിടന്ന് മരിക്കാതിരിക്കുവാൻ, അവിടെ ജീവൻ നിലനിർത്തപ്പെടുവാൻ ദൈവം ഒരുക്കിയതായ ഒരു പ്രൊവിഷനാണ്, കരുതലാണ് മന്ന എന്നുള്ളത്. പുറപ്പാട് 16:15 ഹീബ്രു വാക്കില് മന്ന എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞ അതിന്റെ അർത്ഥം വാട്ട് ഈസ് ഇറ്റ് എന്നാണ്. ഇത് എന്ത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. മന്ന എന്ന വാക്കിന്റെ അർത്ഥം വായിക്കാം. പുറപ്പാട് 16:15 ഇത് എന്തെന്നറിയായികയാൽ ഇത് എന്ത്, അതാണ് മന്ന എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം. So a jar of manna was placed in the ark of the covenant. ദൈവത്തിന്റെ നിയമപെട്ടകത്തിന്റെ അകത്ത് ദൈവകൽപ്പന പ്രകാരം ഒരു ജാർ നിറച്ച് മന്ന സൂക്ഷിച്ചിരുന്നു. സ്പെഷ്യലി ഗോൾഡ് കവേർഡ് ചെസ്റ്റ്, സ്വർണം കൊണ്ട് പൂശിയ പെട്ടകത്തിന്റെ അകത്ത് അതിവിശുദ്ധ സ്ഥലത്ത്, സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്ന ആ നിയമപെട്ടകത്തിന്റെ അകത്ത് ഒരു ജാർ നിറയെ മഞ്ഞയുണ്ടായിരുന്നു. അതെന്താണ് സൂചിപ്പിച്ചത് മറ്റൊന്നുമല്ല, ഇസ് എ കോൺസ്റ്റന്റ് റിമൈൻഡർ, നിരന്തരമായ ഓർമ്മക്കുറിപ്പാണ്. ദൈവം തന്റെ ജനത്തെ പരിപാലിക്കുന്നു. God has provided for his people and he would continue to provide. ദൈവം തന്റെ ജനത്തെ എന്നും പരിപാലിച്ച് നടത്തും. പുറപ്പാട് 16-ാം അധ്യായം 33-34 വാക്യങ്ങളൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 33-34 വാക്യങ്ങൾ. അഹരോനോട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മഞ്ഞയിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷ്യ സന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പിൽ ഒരു സാക്ഷ്യമാണ്, ടെസ്റ്റിമണിയാണ്. My God will provide me through my earthly pilgrimage. എന്റെ ഭൗമിക ജീവിത യാത്രയിലുടനീളം എന്റെ ദൈവം എന്നെ പരിപാലിക്കുക. എബ്രായലേഖനം 9:4 എഴുതിയിടുക. അതിന് ഞാൻ ഇവിടെ പെർഗമോ സഭയോട് പറയുമ്പോൾ കർത്താവ് പറയുന്നത്, അപ്പൊ ഈ ഒറിജിനൽ മന്ന ഒരു ഫിസിക്കൽ ഫുഡ് ആയിരുന്നുവെങ്കിൽ, ഇസ്രായേൽ ജനങ്ങളെ പരിപോഷിപ്പിച്ച മന്ന കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു ഭൗതിക ഭക്ഷണമായിരുന്നുവെങ്കിൽ, പെർഗമോ സഭയോട് പറയുന്നു, മറഞ്ഞിരിക്കുന്ന മന്ന കൊണ്ട് ഞാൻ നിന്റെ പ്രാണനെ പോഷിപ്പിക്കും. നമ്മുടെ നിത്യമായ സഹവാസം, നിത്യമായി നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന മറഞ്ഞിരിക്കുന്ന മന്ന. ഒരുപക്ഷെ യോഹന്നാൻ 6-ാം അധ്യായം 31-35 വാക്യങ്ങളില് യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്. കർത്താവ് യേശു തന്നെ ആയിരിക്കാം ആ മന്ന. പക്ഷെ ഇത് മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് വ്യക്തമാക്കുവാനുള്ള അവകാശമില്ല, അത് വെളിപ്പെട്ടിട്ടില്ല. കാരണം മറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അത് ഇന്നതാണെന്ന് എനിക്ക് പറയാനുള്ള അവകാശമില്ല, കാരണം അത് വെളിപ്പെട്ടിട്ടില്ല. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇറ്റേണൽ ഡെസ്റ്റിനി ഓഫ് ദ ചർച്ച്. ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവൻ നിത്യതയ്ക്ക് വേണ്ടി മാറ്റപ്പെട്ടവനാണ്. കാരണം സഭ ദൈവത്തിന്റെ നിത്യ പദ്ധതിയാണ്. ആ സഭയിൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾ നിത്യമായി പോകാൻ പോവുകയാണ് സ്വർഗത്തിൽ. അവിടെ 1-ാമത്തെ അനുഗ്രഹം, നാം ജീവ വൃക്ഷത്തിൽ നിന്ന് പരിപാലിക്കപ്പെടും.
2 നമ്മൾ കണ്ടു, ജീവ കിരീടം നമുക്ക് ലഭിക്കും. 3 മറഞ്ഞിരിക്കുന്ന മന്ന. 4 വെളിപാട് പുസ്തകം 2:17 തന്നെ മറ്റൊരു നിത്യമായ അനുഗ്രഹമുണ്ട്. അനദർ ഇറ്റേണൽ ബ്ലെസ്സഡ്നെസ് ഇൻ റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 17. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. And white stone, and in which inscribed a new name. ഒരു പുതിയ പേര് എഴുതിയ ഒരു വെള്ളക്കല്ല്. റോമൻ പശ്ചാത്തലം നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചു. റോമൻ കോടതികളിൽ ഒരു മനുഷ്യനെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുമ്പോൾ അവന് കൊടുക്കുന്ന കറുത്ത കല്ലാണ്. അവൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വെളുത്ത കല്ല് പ്രതീകാത്മകമായി അവന്റെ കയ്യിലേക്ക് മാറ്റും. So white is equivalent to being God approved. വെളുത്ത കല്ല് ദൈവം അംഗീകരിക്കുന്നതിന്റെ ഒരു സൂചന തന്നെയാണ്. മാത്രമല്ല ബൈബിൾ കാലഘട്ടങ്ങളിൽ വെളുത്ത കല്ല്, white stones are used for invitations, white stones are used for rewards. പ്രതിഫലത്തിന്റെ സ്ഥാനത്ത് വെള്ളക്കല്ല്. ആ വെള്ളക്കല്ലിൽ നിന്നാണ് ഡയമണ്ട് ഉണ്ടാകുന്നത് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇവിടെ പറയുന്ന ഒരു വെള്ളക്കല്ല് ജയിക്കുന്നവന് ഞാൻ കൊടുക്കും. വെളിപാടിന്റെ വരിയിൽ നമ്മൾ അതാണ് കാണുന്നത്. ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. 1, 2 അവന് വെള്ളക്കല്ലും. അതിൽ മാത്രമല്ല, കല്ലിന്മേൽ ആരും അറിയാത്തതും കല്ലിന്മേൽ എഴുതിയിരിക്കുന്നത് ലഭിക്കുന്നവനല്ലാതെ മറ്റാർക്കും അറിയില്ല. അവിടെ നമുക്കത് ലഭിക്കുമ്പോൾ മാത്രമേ അതിനകത്ത് എഴുതിയിരിക്കുന്ന പേരെന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. വിശദമായി നമ്മൾ കഴിഞ്ഞ തവണ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ തിരിച്ചു പോകുന്നില്ല. നിങ്ങളും ഞാനും ദൈവസന്നിധിയിൽ എപ്രകാരമുള്ളവരാണ്, നമ്മുടെ ജീവിതം എന്താണ്, അതിനനുസരിച്ചൊരു പേര് ദൈവം നമുക്ക് തരും. നമുക്ക് ലഭിക്കാൻ പോകുന്ന പൂർണ്ണ പ്രതിഫലം അനുസരിച്ചായിരിക്കും. നമ്മൾ യോഹന്നാൻ ലേഖനത്തിൽ നിന്ന് കണ്ടു, നമ്മുടെ പൂർണ്ണ പ്രതിഫലം കൈപ്പറ്റണം. According to your character, according to your faithfulness, according to my faithfulness, I will be given a name. എനിക്കൊരു നാമം ലഭിക്കും. അത് ലഭിക്കുന്ന എനിക്ക് മാത്രമേ അത് അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വേറെ ആർക്കും ഇത് എന്താണെന്ന് പറയാൻ അവകാശമില്ല. ക്രിസ്ത്യാനി എന്ന നാമമാണോ എന്ന് ചോദിച്ചാൽ ആ നാമം നമുക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് അത് മറിഞ്ഞിരിക്കുന്ന നാമമല്ല. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് ക്രിസ്ത്യാനി എന്ന നാമമാണ്, പക്ഷെ അത് മറിഞ്ഞിരിക്കുന്ന നാമമല്ല. പഴയ നിയമത്തിൽ മറിഞ്ഞിരുന്നു, പുതിയ നിയമപ്രകാരം അത് മറിഞ്ഞിരിക്കുന്ന നാമമല്ല. 5ാമതായി ഇത്രയും കാര്യം നമ്മൾ പഠിച്ചതാണ്. മാത്രമല്ല ഒരു വാക്യം കൂടെ നോക്കാം. വെളിപാട് 3:12. വെളിപാട് 3:12 യേശു ക്രിസ്തുവിന് ഒരു പുതിയ നാമം കിട്ടുമെന്ന് പറയും. 3:12 പറയുന്നു, ജയിക്കുന്ന ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽക്ക് സ്വർഗത്തിൽ നിറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും. യേശു പറഞ്ഞ എന്താണ്? എന്റെ പുതിയ നാമം. യേശു എന്റെ പുതിയ നാമം. അവിടെ ചെല്ലുമ്പോൾ അറിയാം പുതിയൊരവസ്ഥ. യേശുവിനെ കുറിച്ചുള്ള പുതിയൊരു വെളിപാട്. നാമം വ്യക്തിത്വത്തെ വിശദമാക്കുന്നതാണ്. ഡിസ്ക്രൈബിംഗ് ദ ഇൻഡിവിജ്വൽ, ഡിസ്ക്രൈബിംഗ് ദ പേഴ്സൺ. ഒരു നെയിം എന്ന് പറയുമ്പോൾ വെറുതെ ഇടുന്ന ഒരു ABCD അല്ല. ആ പേരും ആ വ്യക്തിയും തമ്മിൽ ചേർച്ചയുണ്ട്. നിങ്ങൾക്ക് എനിക്ക് കിട്ടാകുന്ന പോകുന്ന പേര് നിങ്ങളുടെയും എന്റെ ആത്മീയ അവസ്ഥയ്ക്ക് ചേരുന്ന ഒന്നായിരിക്കും. അത് നല്ലവനേന്നാണോ വിശ്വസ്തനേന്നാണോ നമുക്കറിയില്ല, ദൈവത്തിനറിയാം. 5ാമതായിട്ട് നിത്യമായ മറ്റു അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ്? വെളിപാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. The fifth picture motivating Christian to lead clean holy lives in. ഇവിടെ നോക്കാം, വിശുദ്ധമായ ജീവിതം നാം ജീവിക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് നിത്യമായി ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെ കുറിച്ച് 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയും. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടെ wearing white garments. നമ്മുടെ നിത്യമായ മറ്റൊരു അവസ്ഥയെ കാണിച്ചിരുന്നു വെള്ള ഉടുപ്പ്, white garments. This is a contrast. സക്കറിയ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തില് ഇതിന്റെ വൈരുദ്ധ്യമായ അവസ്ഥയുണ്ട്. ദൈവം ഒരു മനുഷ്യനെ നോക്കിയിട്ട് അനീതി കൊണ്ട് നിറഞ്ഞ മുഷിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ നോക്കി അവനോട് പറയും, അവന്റെ മുഷിഞ്ഞ വേഷം അഴിച്ചു മാറ്റുവാൻ പറയും.
സക്കറിയ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, മോശയുടെ കൂട്ടായിരുന്ന യോശുവ അല്ല ഇത്. യോശുവ ഇത് വേറൊരു യോശുവയാണ്. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ദൂതന്റെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം നമ്മുടെ പാപാവസ്ഥ, മലിനപ്പെട്ട അവസ്ഥ, നമ്മൾ പാടിയ പാട്ട് പോലെ അഴുക്ക് പുരണ്ട വസ്ത്രം, ദൈവം മുമ്പിൽ നമ്മുടെ പാപകരമായ മലിനകരമായ അവസ്ഥ. ദൈവം യോശുവയോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ആ മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവി. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു. ഇവിടെ ഇതാ വെളിപാട് പുസ്തകത്തില് ദൈവമക്കളായ നമ്മളോട് ദൈവം നൽകുന്ന വാഗ്ദാനം ഇതാണ്: വെള്ള ഉടുപ്പ് ധരിക്കും. 2 Corinthians 7:1 when Christians cleanse themselves from all defilement of flesh and spirit. 2 Corinthians 7:1 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത സഭയോട് വ്യക്തമായി താക്കീത് നൽകുന്നു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം കാണാൻ തൊട്ട് പുറകില് വെളിച്ചത്തോട് ഇരുളിനെന്ത് കൂട്ടായ്മ, നിങ്ങൾ അവിടെ നിന്ന് മഴവിൽ നിന്ന് വേർപെട്ടിരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളും, ഞാൻ നിങ്ങളെ കൈക്കൊള്ളും എന്നെല്ലാം വാഗ്ദാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അതിനോട് ബന്ധപ്പെടുത്തുന്നു. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടുപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. We need to prepare ourselves. So, from all defilement of flesh and spirit, perfecting holiness in the fear of God. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അങ്ങനെ ദൈവം നമ്മളെ തന്നെ ഒരുക്കണം. ഇപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു വാർഡ്രോബ് ഉണ്ട്. നമ്മുടെ തുണികളും കോട്ടും സൂട്ടും ഷർട്ടും പാന്റും സാരിയും എല്ലാം നമ്മൾ തൂക്കിയിടുന്ന വാർഡ്രോബ് പോലെ, വലിയ അലമാരി പോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ധരിക്കുവാൻ ഒരു വസ്ത്രശേഖരം തന്നെയുണ്ട്. സ്പോട്ട്ലെസ് ആണ്, പ്യുവർ ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടെ നോക്കാം, വാക്യം 3-4 കൂടെ ചേർത്ത്. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർവീസിൽ ഇരിക്കുന്നുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ, യോഗ്യത എന്ന വാക്ക് should be understood accordingly. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യോഗ്യത എന്ന വാക്ക് കാണേണ്ടത്. ഭൂമിയിൽ ആരും യോഗ്യരല്ല. ദൈവപ്രകാരം ഭൂമിയിൽ ഒരു ആത്മീക അനുഗ്രഹങ്ങളും സ്വീകരിപ്പാൻ ഭൂമിയിൽ ആരും യോഗ്യരല്ല. അതുകൊണ്ടാണ് കൃപ എന്ന വാക്ക് ദൈവം ഉപയോഗിച്ചത്. കൃപ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അർഹതയില്ലാത്ത അംഗീകാരം. യെശയ്യാ പ്രവാചക പുസ്തകം 64-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇൻ ദ അബ്സല്യൂട്ട് ദൈവം കേവലമായി പരമമായി തന്നെ പ്രഖ്യാപിക്കുന്നു, നമ്മുടെ നീതിപ്രവർത്തികളൊക്കെയും കറപുരണ്ട തുണികളാണ്. അതേസമയത്ത് തീത്തോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, തീത്തോസ് 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മുടെ സകല നീതി, ഒരു മനുഷ്യൻ ഭൂമിയിൽ എത്ര ചാരിറ്റബിൾ ഡീഡ്സ് ചെയ്താലും, എത്ര പുണ്യധർമ്മ കർമ്മങ്ങളിൽ വ്യാപൃതനായിരുന്നാലും ദൈവം അവന്റെ കർമ്മങ്ങളിലേക്ക് നോക്കി, നീതിപ്രവർത്തികളെ നോക്കി, ചാരിറ്റബിൾ വർക്കിലേക്ക് നോക്കിയിട്ട് പറയുന്നു, ഇതെല്ലാം കറ പുരണ്ട തുണിക്ക് സമം. അതേസമയത്ത് തീത്തോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില് പൗലോസ് എഴുതുന്നത് ഇങ്ങനെയാണ്: അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാൽ അല്ല, തന്റെ കരുണപ്രകാരം അത്രേ മതി. നീതിപ്രവർത്തികളാൽ അല്ല. Even if we could keep every commandment, ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള സകല കൽപ്പനകളും അഥവാ നമുക്ക് ചെയ്യുവാൻ ഹൈപ്പോത്തറ്റിക്കലി, ഒരു സാങ്കല്പികമായ നിലയിൽ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചിട്ടുള്ള സകല കൽപ്പനകളും നമുക്ക് പൂർണ്ണമായി ചെയ്യുവാൻ സാധ്യമായാലും ലൂക്കോസ് 17:10 പറയുന്നത് നാം ഇങ്ങനെ മാത്രമേ പറയാൻ പാടുള്ളൂ. എങ്ങനെ മാത്രമേ പറയാൻ പാടുള്ളൂ? Even if we could keep every commandment, we will still be unprofitable servant doing only our duty. എന്താണ് വാക്യം? വായിക്കാൻ ലൂക്കോസ് 17:10. അവൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷവും ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടത് ഡ്യൂട്ടി വലിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതെപ്പോഴാ പറയേണ്ടത്? കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം. So we are saved by grace. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യത്തെ ഉറപ്പിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു. കൃപയും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെ പരാമർശിച്ചുകൊണ്ട് റോമാലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല. So no one can boast of earning his salvation.
ശ്രദ്ധിക്കുക. രക്ഷ പ്രാപിക്കുവാൻ ഞാൻ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തു, ഇങ്ങനെയുള്ള അധ്വാനങ്ങൾ നടത്തി, ഇത്രമാത്രം കഠിനമായി അധ്വാനിച്ച് മെമ്മറൈസ് ചെയ്ത്, ഇത്ര പ്രാവശ്യം ഞാൻ പഠിച്ച് എല്ലാ ക്ലാസ്സിലും ഒന്നാമതെത്തി, എല്ലാ കൊട്ടേഷൻസും ഞാൻ നന്നായിട്ട് മനഃപ്പാഠം പഠിച്ചു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. We cannot boast earning our salvation. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വേദഭാഗങ്ങളിൽ പൗലോസ് പറയും, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങൾ പ്രവർത്തികളും കാരണമല്ല. പക്ഷേ അതേ സമയത്ത് മത്തായി 7:21 വ്യക്തമായി പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന. ഇപ്പൊ നാം ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ശരിയാണ്, കൃപ, അർഹതയില്ല. ഞാൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി എന്റെ ഭാഗത്തൊരു അധ്വാനത്തിന്റെ ഫലമായിട്ടല്ല രക്ഷ പ്രാപിച്ചത്. പക്ഷെ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യണം. ദൈവം എന്നോട് കൽപ്പിച്ച കൽപ്പനകൾ ഞാൻ അനുസരിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നൊരു കൽപ്പനയുണ്ടായാൽ സ്നാനം പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് രക്ഷയെ നിഷേധിക്കരുത്. സ്നാനം പ്രവൃത്തിയല്ല, സ്നാനം അനുസരണമാണ്. എബ്രായലേഖനം 5:9 യേശു കാണിച്ചു തന്നു, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി മാറും. He became an example of obedience. അയ്യോ, കൃപയാണെങ്കിൽ പിന്നെ എന്തിനാ സ്നാനപ്പെടേണ്ടത്? അത് തെറ്റിദ്ധാരണയാണ്. സ്നാനം ഒരു പ്രവൃത്തിയല്ല, അതൊരു അനുസരണമാണ്, ഏകീഭവിക്കലാണ്, അംഗീകരിക്കലാണ്, സ്വീകരിക്കലാണ്, താതാത്മ്യം പ്രാപിക്കലാണ്. വെളിപാട് പുസ്തകം 22:14 നോക്കാം. വെളിപാട് പുസ്തകം 22:14, Revelation 22:14. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ജീവന്റെ വൃക്ഷത്തില് തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന്, ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ. കീപ് യുവർസെൽഫ് ക്ലീൻ. എനിക്കൊന്നും ചെയ്യേണ്ട, കൃപയാലല്ലേ ഞാൻ ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞാൽ വസ്ത്രം മുഴുവൻ പൊടി പിടിക്കും. നമ്മുടെ കൈകൊണ്ട് ഇടപെടുന്നതിനകത്ത് മുഴുവൻ കയ്യിൽ അഴുക്കും മല്ലതയും കയറും. നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട കടമകൾ ചെയ്യുക തന്നെ വേണം. അൺവർത്തി ദോ വി ആർ, നമ്മൾ അയോഗ്യരാണ്. But the Lord is willing to reckon us as righteous when we have been washed in the fountain of His blood. നാം അയോഗ്യരാണ്, ഒന്നിനും അർഹതയുള്ളവരല്ല. പക്ഷേ കർത്താവ് യേശുക്രിസ്തു തന്റെ രക്തം കൊണ്ട് തുറന്നതായ ഉറവയിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ, കർത്താവിന്റെ കൽപ്പന പ്രകാരം അവന്റെ മരണം, അടക്കം, ഉയർപ്പ് എന്ന സ്നാനത്തിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിച്ച് അനുസരണത്തിന് തയ്യാറാകുമ്പോൾ നാം ശുദ്ധീകരിക്കപ്പെടുന്നു. സക്കറിയ പ്രവാചക പുസ്തകം 13:1, സക്കറിയ 13:1, സക്കറിയ പ്രവാചക പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ വചനം. ഒന്നുകൂടെ പറയട്ടെ, അൺവർത്തി ദോ വി ആർ, നാം അയോഗ്യരാണ്. ബൈബിൾ വ്യക്തമായി പറയുന്നു, നിന്റെ നീതിപ്രവർത്തികളൊക്കെ കരവരുണ്ടെന്ന്, നിനക്ക് നിന്റെ സഹോദരനെ രക്ഷിക്കാൻ കഴിയില്ല. നീ ആത്മീയമായി മരിച്ചു കിടക്കുന്നവനാണ്. ആത്മചൈതന്യമായ ദൈവത്തോടൊരു സമ്പർക്കം നിന്റെ അധ്വാനത്തിന്റെ ഫലമല്ല. അത് എത്ര ഉയരത്തിൽ മലയിൽ കയറിയാണ്, എത്രമാത്രം സ്വയം ത്യാഗങ്ങൾ നീ നടത്തി, ആത്മീയത്യാഗം ചെയ്ത്, ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ച്, സുഖസൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച്, വീട് വിട്ടിറങ്ങി ഏത് വനാന്തരങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞാൽ നിന്റെ അധ്വാനം കൊണ്ടോ കർമ്മഫലം കൊണ്ടോ നീ രക്ഷിക്കപ്പെടുകയില്ല. Yes, we are unworthy. പക്ഷെ അതേ സമയത്ത് ദൈവം നല്ലവനാണ്, നീതിവനാണ്. തന്റെ പുത്രനെ നമുക്ക് പാപപരിഹാര യാഗമായി തന്നിട്ട് പറഞ്ഞു, എന്റെ പുത്രനെ നീ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി രക്ഷകനായി മാറിയ ദൈവപുത്രനായ യേശുവിനെ നിന്റെ രക്ഷകനായി സ്വീകരിക്കാൻ നിന്റെ ഹൃദയം നീ തുറക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനപ്രകാരം യേശുവിനെ ദൈവപുത്രൻ അംഗീകരിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അവന്റെ കൽപ്പന നീ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ, സക്കറിയ 13:1 എന്ന് പറയുന്നു, അന്നാളിലും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെ മാലിന്യത്തിന്റെ പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കുക. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 6:11 ഇത്രമാത്രം മ്ലേച്ഛകരമായ ജീവിത സാഹചര്യത്തില്, ജീവിത രീതിയില് കുടുങ്ങിക്കിടന്ന 1 കൊരിന്ത്യൻസ് 6:11 നോക്കുമ്പോൾ, ഇന്ന് ചിലർ ഈ വകക്കാരായിരുന്നു. ഏത് വകക്കാർ ചോദിച്ചാൽ 9 മുതൽ 11 വരെ ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ടക്കാണക്കാർ, പിടിച്ചു പറിക്കാർ,
നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചത്? 11-ാം വാക്യം, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ, അതായത് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരത്തെ അംഗീകരിച്ചു. അവന്റെ നെയിം, അവന്റെ അധികാരം, അവൻ ആരെന്നുള്ളത് സമ്മതിച്ചു. അവന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ പാപബോധം കൊടുത്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും ഒരു കഴുകൽ നടന്നു. ആ ഉറവയിൽ അവർ കഴുകി. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പറയുന്നത് പോലെ, വെളിപാട് The Book of Revelation chapter 1 verse 5, ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനം ഉണ്ടാകട്ടെ. 6-ാം വാക്യം, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു. സോ നമുക്ക് ലഭിക്കുന്ന നിത്യമായ ഒരു ബ്ലെസ്സിംഗ് അതാണ്. ഒരു പുതിയ വസ്ത്രം, നിർമ്മലമായ ഒരു വസ്ത്രം, വെള്ള ഉടുപ്പ് ധരിച്ച് അവന്റെ കൂടെ നടന്നു. വെള്ള ഉടുപ്പ്, വിശുദ്ധിയുടെ പാരമ്യത്തിൽ കറപിടിക്കാത്ത, കളങ്കമേൽക്കാത്ത, വിശുദ്ധീകരിക്കപ്പെട്ട ആ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് യേശുവിനോടൊപ്പം നടക്കുന്ന ഒരു നിത്യമായ സഹവാസം. 6-ാമത് വെളിപാട് പുസ്തകം 2:27, 6-ാമത്തെ അനുഗ്രഹം eternal blessing, another part of the state of everlasting happiness, നിത്യമായ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ മറ്റൊരു ഭാഗം ഇവിടെ വ്യക്തമാക്കുന്നു. വെളിപാട് 2:17, ഇത് അതോറിറ്റി granted to all those who overcome. 2:27, അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. 26 മുതൽ വായിക്കും. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഇതുവരെ പഠിച്ച 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, നിത്യമായി നമ്മുടെ ബ്ലെസ്സഡ്നെസ്. 1, ജീവവൃക്ഷം. 2, ജീവകിരീടം. 3, മറഞ്ഞിരിക്കുന്ന മന്ന. 4, വെള്ളക്കല്ലും അതിൽ ഒരു പേരും. 5, വെള്ള ഉടുപ്പ്. 6, അധികാരം. ഹാവിംഗ് അതോറിറ്റി, ജയിക്കുന്നവൻ. 2-ാം സങ്കീർത്തനത്തിൽ മുൻകൂട്ടി തന്നെ പ്രവചിച്ചു, ജീസസ് റൂളിംഗ് ദ നേഷൻ വിത്ത് ആൻ അയൺ റോഡ്, ഇരുമ്പ് ദണ്ഡ് കൊണ്ട് ജാതികളെ ഭരിക്കുമെന്ന് സങ്കീർത്തനം 2 നേരത്തെ തന്നെ ദാവീദ് പറഞ്ഞിരുന്നു. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങളിൽ തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ മധ്യാകാശത്തില് ദൂതന്മാരോടുകൂടി തീജ്വാലയിൽ ഇറങ്ങി വരുന്ന കർത്താവ് അന്ന് അവിടെ നടത്താൻ പോകുന്ന ഒരു വലിയ കാര്യത്തെ സൂചിപ്പിക്കുക തന്നെയായിരുന്നു ഒരർത്ഥത്തിൽ 2-ാം സങ്കീർത്തനം. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. When he comes with the mighty angels in the flaming fire, ജ്വലിക്കുന്ന തീയിൽ യേശു ഇറങ്ങി തിരിച്ചു. അന്നേരം സകല ജാതികളെയും അവനിങ്ങനെ പാത്രങ്ങൾ പോലെ തച്ചുടക്കി. 2 തെസ്സലോനിക്കർ അത് കണ്ടു. സോ ജീസസ് ഇവിടെ ഓർക്കുകയാണ്. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ Jesus remembered what David had said about him. തന്നെ കുറിച്ച് ദാവീദ് പ്രവചിച്ചത് യേശുവിടെ വെളിപാട് പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ 2:27 ഞാൻ എന്റെ പ്രവൃത്തികൾ അവസരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് തന്റെ ശിഷ്യന്മാർ, തന്നെ സ്നേഹിക്കുന്ന തന്റെ മക്കളെ, അവരെയും തന്നോടൊപ്പം ഈ അധികാരം പങ്കിടുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നു. He wants to share the authority with his disciples. Among those who would share with him in his ruling over the nation. ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. വായിച്ചു നോക്കാം 26. ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. Christians will be at the Lord's side when he actually takes over the kingdoms of the world. ലോക രാജ്യങ്ങളുടെ മേൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ, സകല രാജ്യങ്ങളെയും സകല ജാതികളെയും ന്യായം നടത്തുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവമക്കളോട് നിങ്ങൾ എന്റെ കൂടെ ഇരിക്കും. വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം കൂടി വായിക്കും. 11:15. Revelation 11:15. വെളിപാട് 11:15 പറയുന്നു, 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു ശബ്ദമുണ്ടായി. സോ ഇൻ വൺ സെൻസ് ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഒരർത്ഥത്തിൽ ഇൻ ദിസ് ലൈഫ്, ഈ ജീവിതത്തിൽ വെച്ച് തന്നെ we are already reigning with Christ. നാം ക്രിസ്തുവിനോട് കൂടെ വാണുകൊണ്ടിരിക്കുകയാണ്. ഉപദേശ വിഷയങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കണം.
യേശു ഭൂമിയിലേക്ക് വരും, ഒരു മലയെ ചവിട്ടും, അരുമല രണ്ടായി കീറും, ഇവിടെ 1000 വർഷം കഴിയും. അതൊക്കെ തെറ്റാണ്. ദൈവത്തിന്റെ വിശുദ്ധമായ വചനപ്രകാരം in one sense Christians in this life is already reigning with Christ. ദൈവമക്കളായ നിങ്ങളും ഞാനും കർത്താവായ യേശു ക്രിസ്തുവിനാകുന്നുവെങ്കിൽ ജീവന്റെ മേൽ വാഴുന്നവരാണ്. When they conquer sin's power, പാപത്തിന്റെ ശക്തിയെ നാം കീഴ്പ്പെടുത്തുന്നതിലൂടെ, refusing to let it reign in our bodies, പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ വാഴാൻ നമ്മൾ അനുവദിക്കാതിരിക്കുന്നതിലൂടെ, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ നാം എന്ത് ചെയ്യാണ്? ജീവനില് വാഴുകയാണ്. റോമാലേഖനം 6:12. The book of Romans. പക്ഷെ നാം തലവെച്ചു കൊടുത്തിരിക്കുന്നു, പലതിന്റെ അടിമകളാണ്. We become servants and slaves to so many habits. അനേക കാര്യങ്ങൾക്ക് നമ്മൾ അടിമകളായി പോയിരിക്കുന്നു. പലരും നമ്മളെ കൈത്തിരി പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. പക്ഷെ ദൈവം പറഞ്ഞു, you are supposed to be a king. നീ രാജ്യരോഗമുള്ളവനാണ്. You are supposed to rule over sin, over flesh, over lust and desires. റോമാലേഖനം 6:12. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. മതി, നമ്മൾ ഇന്ന് രാജാക്കന്മാരാണ്. ഓർ അനദർ സെൻസ് വി ആർ ദ കിങ്ഡംസ്. വെളിപാട് പുസ്തകം 1:6. വെളിപാട് പുസ്തകം 5:10. വി ആർ നൗ കിങ്സ് ആൻഡ് പ്രീസ്റ്റ്. വെളിപാട് 1:6. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവം നമ്മെ രാജ്യം become kings ആണ്. പൊസിഷനലി വി ആർ കിങ്സ്. അതിന്റെ വെളിപാട് പുസ്തകം 5:10. രാജ്യവും ആക്കി. നമുക്കറിയാം കൊലോസ്യലേഖനം 1:13 ഏത് അധികാരത്തിൽ നമ്മളെ വിടുവിച്ചത്? ഇരുട്ടിന്റെ അധികാരത്തിൽ. എവിടേക്കാ ട്രാൻസ്ഫർ ചെയ്തത്? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിന്. We are transferred into the kingdom and we are become kings with the King of Kings. 2 പത്രോസ് 3:10-12. അത് പറഞ്ഞിട്ട് വായിച്ചാണ്. കാരണം വെളിപാട് പുസ്തകം 5:10. വെളിപാട് പുസ്തകം 5:10 കിങ് ജെയിംസ് വേർഷനും ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിലും അവരെ ബൈബിൾ തയ്യാറാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മാനുസ്ക്രിപ്റ്റ് തെറ്റായിട്ടുള്ള മാനുസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ആ ബൈബിൾ അവർ എഴുതി വെച്ചിരിക്കുന്നത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ക്രിസ്ത്യൻസ് വിൽ റെയിൻ ഓൺ എർത്ത് എന്നാണ്. അവർ ഭൂമിയിൽ വാഴുന്നു എന്ന വാക്യം തെറ്റായ മാനുസ്ക്രിപ്റ്റിനെ ആശ്രയിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ ഫലമാണ്. ശരിക്കും അവർ വാഴുന്നത് ക്രിസ്തുവിൽ എന്നാണ് പറയുന്നത്. കാരണം 2 പത്രോസ് 3:10-12 വരെ since the earth will be burned when the Lord comes, കർത്താവ് വരുമ്പോൾ ഭൂമിയും അതിന്റെ മൂലപദാർത്ഥങ്ങളും കത്തിയെരിയും. So there will be no earth on which anybody might reign or rule. കർത്താവ് യേശു വരുമ്പോ വ്യക്തമായ ദൈവം പറയുന്നു, ഭൂമിയും അതിന്റെ മൂലപദാർത്ഥങ്ങളും കത്തി അഴിഞ്ഞു പോകും. പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞ പുതിയ വാസസ്ഥലത്തെ കുറിച്ചാണ്. അത് സ്വർഗമാണ്. ഈ ഭൂമി കത്തി അഴിയും. ഭൂമിയിൽ വാഴുന്നു എന്നുള്ള വ്യാഖ്യാനം ശരിയാണ്, തെറ്റാണ്. കർത്താവ് ഭൂമിയിൽ വാഴില്ല, ഭൂമിക്കാലിൽ തൊടുക പോലും. യേശു എവിടെയാ വരുന്നത്? മധ്യാകാശം. അവിടെ വന്നു കഴിഞ്ഞിട്ട് കർത്താവിൽ ആദ്യം മരിച്ചവർ എഴുന്നേൽക്കും. പിന്നെ കണ്ടുമിക്കുന്ന വേഗത്തിനിടയിൽ ജീവനുള്ളവർക്ക് എന്ത് സംഭവിക്കും? രൂപാന്തരം സംഭവിക്കും. നാം ഒരുമിച്ച് കർത്താവിനോടുകൂടി മേഘത്തിൽ. അതാണ് ബൈബിൾ ടീച്ചിങ്. വൈകാരിക തലങ്ങളിൽ രസം കൊടുക്കാനായിട്ട് എന്തെങ്കിലും പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. So on that day when the Lord appears, Christians will live and reign with him on his throne. 2 തിമോഥെയോസ് 2:11. ഇപ്പൊ നമ്മൾ ചിന്തിക്കാം, കർത്താവ് വരുമ്പോ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, അവന് വേണ്ടി ജീവിച്ച് മരിച്ചവർ അവനോടുകൂടി എഴുന്നേൽക്കും, അവനോടുകൂടി വാഴും. 2 തിമോഥെയോസ് 2:11. നാം അവരോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. നാം
അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. Just as he overcame and sat on the Father's throne. കർത്താവ് യേശുക്രിസ്തു എങ്ങനെയാണോ മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്, അതേപോലെ നമുക്കറിയാം. ആദ്യ വാക്യം വായിക്കാം. വെളിപാട് പുസ്തകം 3:21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ജയിക്കുന്നവന്, ശ്രദ്ധിച്ചു കേൾക്കുക, സഭയോട് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ, ഒരു ചെറിയ സിംഹാസനം, ചെറിയ സ്റ്റൂൾ താഴെയിട്ടല്ല, എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ. You are going to sit with Christ in the same stool. Same stool. വെളിപാട് പുസ്തകം 3:20, Revelation 3:20. So just as he overcame, കർത്താവ് യേശു ഭൂമിയിൽ കടന്നു വന്നു, പാപത്തെ തോൽപ്പിച്ച് പിശാചിനെ പിടിച്ചു കെട്ടി, അന്ധകാര ശക്തിയെ, മരണത്തേക്ക് തകർത്ത്, overcame and sat on the Father's throne, പിതാവിന്റെ സിംഹാസനത്തിലേക്ക് ഇതാ കയറിപ്പോയി. ലൂക്കോസ് 22:29. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യത്തില് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുന്നു. 22-29. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. സോ നാം അവനോടുകൂടി സിംഹാസനത്തിരിക്കാൻ പോവുകയാണ്. പ്രീ മില്യനിസ്റ്റ്. പ്രീ എന്ന് പറഞ്ഞാൽ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ, പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ്. അപ്പോൾ 1000 ആഴ്ചയ്ക്ക് മുമ്പ്, യേശുക്രിസ്തു 1000 ആണ്ടിന് മുമ്പ് വരുമെന്ന് പഠിപ്പിക്കുന്നു. അവര് വെളിപാട് 3:21 തെറ്റായി ഉപയോഗിക്കും. അവര് പറയും യേശുക്രിസ്തു ഇപ്പോൾ ഇരിക്കുന്നത് പിതാവിന്റെ സിംഹാസനം. 1000 ആണ്ട് വാഴുമ്പോൾ മാത്രമാണ് യേശു തന്റെ സിംഹാസനത്തിൽ. ശരിക്കും 2 സിംഹാസനമുണ്ട്. ഒരു സിംഹാസനമേ ഉണ്ട്. പഴയകാലത്ത് ദാവീദിന്റെ സിംഹാസനവും ദൈവത്തിന്റെ സിംഹാസനവും, അത് ക്രിസ്തുവിന്റെ സിംഹാസനം തന്നെയാണ്. There are no 2 authorities. There are no 2 thrones. There is only one throne. 1 കൊരിന്ത്യർ 15:28. ചില ദുരുപദേശങ്ങളൊന്ന് പരാമർശിക്കുന്നത് മാത്രം. കാരണം അവിടെ മനസ്സിൽ അങ്ങനെ കേട്ട് പരിചയമുള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് തിരുത്തുവാൻ വേണ്ടി. അതുകൊണ്ട് ദൈവത്തിനും ക്രിസ്തുവിനും എല്ലാം ഒരു സിംഹാസനമേ ഉള്ളൂ. അവർ ഒരു ത്രിയേക ദൈവമാണ്. 2 സിംഹാസനം ഇട്ട് മത്സരിക്കുകയല്ല. പിതാവിന്റെ സിംഹാസനം തന്നെയാണ് ക്രിസ്തുവിന്റെ സിംഹാസനം. There is only one absolute throne and authority. God's throne and authority. ക്രൈസ്റ്റ് എന്ന് വേറെ, പിതാവിന് വേറെ എന്നില്ല. 1 രാജാക്കന്മാർ 15:28. After the judgment he will return with the authority. കാരണം താൻ മനുഷ്യനായി ഇറങ്ങി വരുമ്പോൾ കർത്താവിന് പല അതോറിറ്റി ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 15:28. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം, കാരണം മരണത്തെ, പിശാചിനെ എല്ലാം ദൈവം കർത്താവ് യേശുവിനോട് കൊടുത്ത നിയോഗങ്ങളും ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ടാസ്കും മിഷനും എല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ, സകലവും നിവൃത്തിയായ ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടു. In another sense, after the judgment, Christ will continue to reign forever. കർത്താവ് തുടർച്ചയായിട്ട് വാഴുക തന്നെയാണ്. But under and with his Father. പിതാവ് ദൈവം എന്ന ആ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ അതിനപ്പുറം നമുക്കൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ഇത്രയും പറഞ്ഞിട്ടുണ്ട്, എല്ലാം കീഴാക്കി കൊടുത്തവന് താൻ എന്തായിരിക്കും? ദൈവം എല്ലാറ്റിലും എല്ലാമാണ്. ഏകസത്യത. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന റെവലേഷൻസ് നൽകുകയും, പാപത്തിൽ കിടന്ന മനുഷ്യനെ വീണ്ടെടുക്കാൻ പുത്രത്വം നഷ്ടപ്പെട്ട മനുഷ്യനെ പുത്രത്വത്തിലേക്ക് പുനഃസ്ഥാപിക്കാൻ ദൈവത്തിന്റെ പുത്രനെ, ഒരു ശിശുവിനെ നമുക്കായി നൽകിയിട്ടുണ്ട്. ആ വീണ്ടെടുപ്പ് പദ്ധതി പൂർത്തിയായി. ശത്രുവിനെ എല്ലാം കീഴ്പ്പെടുത്തി. വീണ്ടും ഒന്നാകുമ്പോൾ, എല്ലാം കാലസംഭവത്തിന്റെ പൂർണ്ണതയിൽ എല്ലാം ഒന്നാകുമ്പോൾ, ഇവിടെ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ജനങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അത്രയും മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. ഒരു വാക്യം എബ്രായ ലേഖനം 1:8. ഹീബ്രൂസ് 1:8. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. ഒരു സിംഹാസനമേ ഉണ്ട്. ദൈവത്തിന്റെയും പുത്രൻ, പിതാവിന്റെയും പുത്രന്റെ. വെളിപാട് 22:1. വെളിപാട് 22:1 മനുഷ്യവാക്യം വായിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കും.
രണ്ടുപേരും കൂടെ പെട്ടെന്ന് പറഞ്ഞ് നിർത്തട്ടെ, ഇത് സീറ്റ് തുടരുന്നില്ല. God's throne will be Jesus' throne. വെളിപാട് 22:1. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും രണ്ടല്ല ഒന്നാണ്. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന്. അതെ, God's throne will be still the throne of Jesus. In this sense, Christians also will continue to reign with Christ. അതേ അർത്ഥത്തിലാണ് 5-ാം വാക്യം വെളിപാട് 22. ദൈവമക്കൾ ഇനി രാത്രി ഉണ്ടാകില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും ആരായിരിക്കും? രാജാക്കന്മാരായിരിക്കും. നാം ദൈവത്തിലേക്ക് ലഭിച്ചു. നമുക്ക് വ്യക്തിത്വം ഉണ്ടാകും, പരസ്പരം കണ്ടാൽ മനസ്സിലാവും. പക്ഷെ നമ്മുടെ രാജാക്കന്മാർ 7 being enrolled in the book of life. മാലാഖി 3:14 ജീവപുസ്തകത്തിൽ പേരുള്ളവരാണ്. The final assurance that God's people will have eternal blessedness. ദൈവമക്കളുടെ നിത്യമായ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, that the book of remembrance has been written before you. ഇതിന്റെ മുമ്പിൽ ഒരു സ്മരണ പുസ്തകമുണ്ട്. മാലാഖിയുടെ പുസ്തകം 3:16 വാക്യം. ദൈവം ഒന്നും മറക്കുന്നവനെന്നല്ല. പക്ഷെ ഇവിടെ ദൈവം ഉപയോഗിക്കുന്നത് ആന്ത്രോപോമോർഫിക് ലാംഗ്വേജ്, അതായത് മാനുഷികമായ രീതിയിലെ ദൈവികമായ ഒരു കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദൈവം ഇടയ്ക്ക് മറന്നു പോകുന്നത് കൊണ്ട് റെഫർ ചെയ്യേണ്ട പുസ്തകം ദൈവത്തിന് ആവശ്യമില്ല. പക്ഷെ ദൈവം ഈ വാക്കുകൂടെ ഉപയോഗിക്കുന്നു. മാലാഖി 3:14 യഹോവ ഭക്തന്മാരെന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു, യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും അവന്റെ സന്നിധിയിൽ സ്മരണ പുസ്തകം. A book of remembrance describe the situation in terms of human characteristics ആണ്. ദൈവം actually is not forgetting anything. He has presented himself as on keeping a book of names of those who please. ഇവിടെ പറയുന്നത്രയുള്ള ദൈവത്തിന്റെ പോയിന്റ് ഇതാണ്. ദൈവം പറയുന്നത് എന്നെ സന്തോഷിപ്പിക്കും, എന്നെ പ്രസാദിപ്പിക്കുന്ന എല്ലാവരും എന്റെ മുമ്പിൽ തന്നെയും, അവിടെ നിങ്ങളുടെ പേരുകൾ എന്റെ മുമ്പിൽ തന്നെയും. He presented himself as one keeping a book of names of those who are pleasing to him. യോബ് അതിലൊരാളാണ്, ദാനിയേൽ അതിലൊരാളാണ്. എന്റെ പ്രിയ പുരുഷനെ, സ്വർഗം സന്തോഷിക്കുന്ന ജീവിതം കൂടെ ഉണ്ടാകുമ്പോൾ ദൈവം അവരെ കുറിച്ച് സന്തോഷിക്കുന്നു. From one standpoint, our names are described in the book of life in the foundation of the world. ഒരു അർത്ഥത്തിൽ പറഞ്ഞ വെളിപാട് 17:8 ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഇതിന്റെ മുന്നറിഞ്ഞില് നമ്മുടെയൊക്കെ പേരുണ്ട്. വെളിപാട് പുസ്തകം 17:8 ഇതൊക്കെ വീട്ടിൽ ഒന്നുകൂടെയൊക്കെ വായിച്ചു നോക്കുക. വെളിപാട് 17:8, വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും ആകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ടതിശയിക്കും. പുസ്തകത്തിൽ പേരില്ലാത്തവരെ കുറിച്ച് അവിടെ പറയുന്നു. അപ്പോൾ അവിടെ പുസ്തകമുണ്ട്. അവിടുത്തെ പേര് എഴുതുക എന്നത് ഏകപക്ഷീയമായിട്ടല്ല. ആ പേര് അവിടെ എഴുതപ്പെടുന്നത് വെളിപാട് 17:14 തന്നെയുണ്ട്. ആ പേരവിടെ വരുന്നത് എങ്ങനെയാണ്? കർത്താവും രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് വർക്ക്സ്. വെളിപാട് 22 ആ പുസ്തകത്തിൽ പേര് ദൈവം ഏകപക്ഷീയമായി അയാളെ കാണാൻ കൊള്ളാം, ഇയാൾക്ക് നല്ല ഒക്കമുണ്ട്, ഇയാൾക്ക് നല്ല സുന്ദരനാണ്, ഈ സ്ത്രീക്ക് നല്ല കഴിവുണ്ട്, പാട്ടുപാടാൻ കഴിവ്, നിങ്ങളുടെയൊക്കെ പേര് അങ്ങനെയല്ല. ദൈവം ഏകപക്ഷീയമായി ആർബിട്രറി ആയിട്ട് പേര് എഴുതുകയല്ല. ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദ ഫെയ്ത്ത്ഫുൾനെസ്, അക്കോർഡിംഗ് ടു ദ ഗുഡ് ഡീഡ്സ്. വെളിപാട് 22:12 കൂടെ വായിക്കാം. വെളിപാട് 22:12 പറയുന്നത് എന്താണ്? ഇതാ ഞാൻ വേഗം വരുന്നത്, ഓരോരുത്തരും അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം അവന്റെ കയ്യിലുണ്ട്. വെളിപാട് 21:27 the ones not written there are the profane. 21:27 ആരുടെ പേരാണ് ഇല്ലാത്തത്? കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായ യാതൊന്നും മ്ലേച്ഛതയും പോഷ്ക്ക് പ്രവർത്തിക്കുന്നവരാരും അവിടെ പേരുകൾ അവിടെ കാണില്ല. പണ്ട് മോശ പറഞ്ഞതുപോലെ പുറപ്പാട് 32:33 ആ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മാറ്റുക, എന്റെ പേര് മായ്ച്ചുകളെന്ന് മോശ പറഞ്ഞു. ദൈവത്തിന്റെ കോപം ക്രോധം കാണിക്കുക. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വെളിപാട് 3:5 നമ്മൾ കണ്ടു. അവർ യോഗ്യന്മാരാകെ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്ന വെള്ളയെടുത്തിരിക്കും, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ എന്ത് ചെയ്യില്ല, മായ്ച്ചു. കർത്താവ് യേശു ഒരിക്കൽ ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിച്ചു.
വലിയ വലിയ അത്ഭുതകരമായ വലിയ കർമ്മങ്ങൾ ചെയ്യുന്നതിലല്ല. നിങ്ങൾ ചെയ്യുന്നപ്പോ പോയപ്പോൾ നിങ്ങൾ വലിയ അത്ഭുതങ്ങൾ നടത്തി എന്നുള്ളതല്ല. ലൂക്കോസ് 10:20 പറഞ്ഞ് നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ഫിലിപ്പിയർ 4:3 പൗലോസ് അപ്പോസ്തലൻ സന്തോഷമുണ്ട്, തന്റെ കൂട്ടുവേലക്കാരായിരുന്നവരുടെ പേരുകള് ജീവപുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതിൽ. ഫിലിപ്പിലെ 4-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ സന്തോഷിക്കുന്നു. നിങ്ങൾ നമ്മൾ വളരെ വേഗത്തിലാണ് പോകുന്നത്. നിങ്ങൾ എഴുതി വയ്ക്കാൻ പറ്റുന്നവർക്ക്, വീണ്ടും കേൾക്കാൻ പറ്റുന്നവർക്ക്, വീണ്ടും വീണ്ടും പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ഫിലിപ്പിലേഖനം 4-ാം വാക്യം. താല്പര്യമുള്ളവർക്ക് എല്ലാം മുമ്പിലുണ്ട്. ജീവപുസ്തകത്തിൽ പേരുള്ള മതി. എബ്രായലേഖനം 12:23. ഈ വിഷയത്തിന്റെ അവസാനമായി നമ്മൾ നോക്കുമ്പോൾ സഭയെക്കുറിച്ച്, ആദിജാതന്മാരുടെ സഭയെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാർ. അവസാനം ഇത്രയും പറഞ്ഞതിന് ശേഷം അവസാനം ദൈവമക്കൾ നമ്മൾ ദൈവത്തിന്റെ we become the fiancé of Christ. ക്രിസ്തുവിന്റെ മണവാട്ടി, ക്രിസ്തുവിന്റെ ഭാര്യ, ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറുന്ന അവസ്ഥ. Bible describe the close union between Christ and his people as a marriage. കർത്താവും തന്റെ ജനവും തമ്മിലുള്ള അഭേദ്യമായ അടുത്ത ബന്ധത്തെ പരാമർശിക്കുന്ന വിവാഹത്തെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. When a defiled sinner obeys the gospel, അശുദ്ധനും മ്ലേച്ഛതയും പാപവും നിറഞ്ഞ മനുഷ്യർ സുവിശേഷം അനുസരിക്കുമ്പോൾ, അവൻ ഉടൻ തന്നെ സുവിശേഷം അനുസരിച്ച് സ്നാനമേൽക്കുമ്പോൾ അവൻ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയോട് ചേർക്കപ്പെടുകയാണ്. അവൻ ക്രിസ്തുവിന്റെ രക്തത്തെ അവൻ കഴുകൽ പ്രാപിച്ചു. എഫേസ്യ ലേഖനം 5:26 വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ, വചനം പ്രവർത്തിച്ച് വചനത്തോട് ജലസ്നാനത്താൽ എഫേസ്യ 5:26 അവൻ ശുദ്ധീകരിക്കപ്പെട്ടു. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ദൈവപൈതൽ റോമലേഖനം 7-ാം വാക്യപ്രകാരം തന്നെ രക്ഷിച്ചവന്റേതായി മാറും. യേശുവുമായി വിവാഹ നിശ്ചയം നടക്കും. He thus become a part of that holy wife. വിശുദ്ധമായ മണവാട്ടിയുടെ ഭാഗമാണ്. എഫേസ്യ ലേഖനം 5:27 പറയുന്ന പോലെ അതിൽ ശുദ്ധവും ശുഭ്രയും നിഷ്കളങ്കയുമാണ്. ആ ഒരു വൈവാഹിക സന്തോഷമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്നാനമേൽക്കുന്ന ഒരു ദൈവമായി, ആ സ്നാനമേൽ ദൈവവേദന അനുഭവിക്കുന്ന സന്തോഷം ഒരു വൈവാഹിക സന്തോഷത്തിന്റെ സൂചനയാണ്. നമ്മളിന്ന് പാടിയ പാട്ടും അതാണ്. കല്യാണത്തിന് ആ പാട്ട് പാടാറുണ്ട്, ഭാഗ്യനാളും ഭാഗ്യനാൾ. ക്രിസ്തുവും ദൈവമക്കളും തമ്മിലുള്ള വിവാഹ ഉടമ്പടിയെ നടന്നിട്ടുണ്ട്. 2 കൊരിന്ത്യർ 11:2 പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സഭയ്ക്ക് എഴുതുമ്പോൾ സുവിശേഷം കേട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് സുവിശേഷം അനുസരിച്ച് സ്നാനമേറ്റ് കൊരിന്ത് സഭയോട് പറയും, ഞാൻ ക്രിസ്തുവുമായി നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കർത്താവ് തിരിച്ചു വരുമ്പോൾ, കർത്താവ് നമ്മെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഒരു വിവാഹ ദിവസം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വെളിപാട് പുസ്തകം 19:7 The wedding day will be the end of the world. ലോക അവസാനമാണ് വിവാഹ നിശ്ചയം, വിവാഹ ദിവസം. വെളിപാട് പുസ്തകം 19:7 പറയുന്നു the day of days, ദിവസങ്ങളുടെ ദിവസം. 19-ാം അധ്യായം വെളിപാട് പുസ്തകം 7-ാമത്തെ വാക്യം. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തിയിൽ തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. Yes, the Corinthians were to keep themselves cleansed from all filthiness of body and spirit. കൊരിന്ത് സഭയോട് പറഞ്ഞു, ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വിവാഹ ദിവസം എടുത്തിരിക്കുന്നു. വെളിപാട് 19:8 വസ്ത്രം എന്താണ്? ശുദ്ധവും ശുഭ്രയുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം എന്താണ്? വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. 9-ാം വാക്യം. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സത്യവചനം എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ വിവാഹം യേശു കടന്നു വരുന്നു. ദൈവ കർത്താവ് തന്റെ മണവാട്ടിയുമായി ഒന്നിച്ചിരിക്കുന്നു. The happy marriage supper means much more to the Christian than being a guest at the wedding banquet. നിങ്ങൾ ഞാൻ വിവാഹത്തിന്റെ ആഘോഷത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടൊരു അതിഥിയായി കടന്നു ചെല്ലുന്നത് ഒന്നുമല്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള വിവാഹം. Christian looks upon himself being the bride of Christ. ഒരു ക്രിസ്ത്യാനി ഒരു ദൈവപൈതൽ, കർത്താവിന്റെ മണവാട്ടിയായി തന്നെ തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ, കർത്താവുമായി ഒന്നു ചേരുന്ന വിവാഹ കല്യാണ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. അതിന് തുല്യമായ മറ്റൊന്നില്ല. As a result, he has the overflowing joy that is in the heart of a woman who has kept herself pure for the wedding. വിവാഹ ദിവസത്തിന് വേണ്ടി തന്നെ തന്നെ നിഷ്കളങ്കയായി കന്യകാത്വത്തോടുകൂടി തന്നെ തന്നെ ശുദ്ധിയും ശുഭ്രയുമായി തന്നെ തന്നെ കാത്തു സൂക്ഷിച്ച ഒരു പെൺകുട്ടി വിവാഹ ദിവസത്തിന് വേണ്ടി നിറഞ്ഞ സന്തോഷത്തോടെ കാത്തിരിക്കുന്നതിനേക്കാളും പരമമായ സന്തോഷം
ഒരു ദൈവ പൈതൽ തന്നെ തന്നെ വെടുപ്പാക്കി ജഡത്തിലെ ആത്മാവിലെ കന്മഷങ്ങൾ നീക്കി കാന്തയായ കർത്താവിന്റെ വരവിന് വേണ്ടി ആ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ ആ സന്തോഷം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരോട് പറയും, കർത്താവിന്റെ സഭയിൽ അംഗമായിട്ടില്ലായി തീർച്ചയായും നിങ്ങൾ തീരുമാനമെടുക്കും. അതാ ഒരു പക്ഷേ നിങ്ങൾ കർത്താവിന്റെ സഭയിൽ നിന്ന് പിൻവാങ്ങിപ്പോയ അവിശ്വസ്തതയുടെ ജീവിതത്തിലാണെങ്കിൽ തിരിച്ചു വരിക, ആദ്യ സ്നേഹത്തിലേക്ക് പുനഃസ്ഥാപിക്കുക. ദൈവങ്ങളെ പ്രാർത്ഥിക്കാൻ, ദൈവങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുക. നിത്യമായ പ്രത്യാശ, ഇറ്റേണൽ ഡെസ്റ്റിനി, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഭൂമിയിലെ യാതൊന്നും ഇതായിരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നിലുള്ളതിനെ മറക്കാൻ, മുന്നിലുള്ളതിനു വേണ്ടി ആഞ്ഞു പിടിക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ജീവഗിരിയിൽ മറിഞ്ഞിരിക്കുന്ന വെളുത്ത കല്ല്, നമുക്ക് മാത്രം അറിയാൻ കഴിയുന്ന ആ നാമം, നമുക്ക് ലഭിക്കാൻ പോകുന്ന അധികാരം, ക്രിസ്തുവിനുമായുള്ള കല്യാണം തുടങ്ങിയ അനുഗ്രഹീതമായ നിത്യ സൗഭാഗ്യം. പ്രാർത്ഥിക്കാൻ ദൈവം മനസ്സിലാക്കും.